പ്രാണനിൽ ഭാഗം 7. അല്ല, നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? അകത്തേക്ക് കയറുന്നില്ലേ? എനിക്കും ഒരു ഡ്രസ്സ് എടുക്കാനുണ്ട്. എന്നാ പോയാലോ? സൂര്യയുടെ വാക്ക് കേട്ടപ്പോൾ വ്യാസനും പാറുവിനും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അമ്മേ, ഇതാരാ? അപ്പോൾ മീനൂട്ടി സൂര്യയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ചോദിച്ചു. ഇതെൻ്റെ ചേച്ചിയാണ് മോളെ. സൂര്യയെ നോക്കിക്കൊണ്ട് പാറു അത് പറഞ്ഞപ്പോൾ മീനൂട്ടി അവളെ നോക്കി ചിരിച്ചു. എന്നാൽ വ്യാസിനെ ശ്രദ്ധിച്ചിരുന്ന സൂര്യ അത് കണ്ടില്ലായിരുന്നു. പക്ഷേ അത് വ്യാസ് കൃത്യമായി കണ്ടിരുന്നു. അതവനിൽ ദേഷ്യം കൂട്ടി. ശ്രീ വാ, ഇപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ സൂര്യയെ പാടെ അവഗണിച്ചുകൊണ്ട് വ്യാസ് പാറുവിൻ്റെ ചുമലിൽ കൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചെങ്കിലും പിറകിൽ നിന്ന് സൂര്യ തങ്ങളെ രണ്ടുപേരെയും വീക്ഷിക്കുകയാണെന്ന ചിന്തയിൽ അവൾ ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് നിന്നു. ആ സമയം ഒരു നിമിഷം അവരെ നോക്കി നിന്ന സൂര്യ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ട് അവർക്ക് പിറകെ ചെന്നു. അവർ പോണതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിക്കായിരുന്നു അവൾ പോയത്. ഇതേ സമയം ചിൽഡ്രൻ സെക്ഷനിൽ എത്തിയപ്പോൾ വ്യാസ് അവളിൽ നിന്നും കൈയെടുത്ത് അവളെ നോക്കി. മീനൂട്ടി ആ സമയം കൊണ്ട് തന്നെ പാറുവിൻ്റെ കയ്യിൽ നിന്നും ഇറങ്ങി അവിടെ ഡിസ്പ്ലേക്ക് വെച്ച കുഞ്ഞുടുപ്പുകൾ നോക്കി നിൽക്കുകയായിരുന്നു. ശ്രീ, നമ്മളിപ്പോൾ ഫ്രണ്ട്സാണ്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചാലോ ഒരുമിച്ചിരുന്നാലോ ഒന്നും നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട, ഓക്കെ? ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ വ്യാസ് അത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ പാറുവിനും ഒത്തിരി സന്തോഷമാവുന്നുണ്ടായിരുന്നു. അവൾ മുഖമുയർത്തി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അമ്മേ, അത്തേ, മോൾക്ക് ഈ ഡഷ് മതി. ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന ഒരു നീല കളർ ഫ്രോക്ക് ചൂണ്ടി മീനൂട്ടി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അച്ചോടാ, അമ്മയുടെ മോൾക്ക് ഈ ഡ്രസ്സാണോ ഇഷ്ടമായത്? അതെടുക്കാട്ടോ. കുഞ്ഞിൻ്റെ മോളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പാറു പറഞ്ഞു. അപ്പോൾ മീനൂട്ടി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് വ്യാസിനെ നോക്കിയപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേളിനോട് ആ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവർ നേരെ ചെന്നത് വ്യാസിന് വേണ്ടി ഡ്രസ്സ് എടുക്കാനായിരുന്നു. ഒരു ഗോൾഡൻ കരയുള്ള ഷർട്ടും അതിന് മാച്ചായ മുണ്ടുമാണ് എടുത്തത്. അത് പാറുവിൻ്റെ സെലക്ഷൻ ആയിരുന്നു. എന്തുകൊണ്ടോ ഈ സമയങ്ങളിലൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ പാറുവിൻ്റെയും വ്യാസിൻ്റെയും ഹൃദയമിടിപ്പ് ഒരേ താളത്തിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞു പാറുവിന് വേണ്ടുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആ സെക്ഷനിലേക്ക് പോകാൻ നോക്കവെയാണ് വ്യാസിന് കമ്പനിയിൽ നിന്നും ഒരു കോൾ വന്നത്. ശ്രീ, നീ മോളെയും കൂട്ടി അവിടേക്ക് നടന്നു. ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തു വരാം. ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് വ്യാസ് പറഞ്ഞു. ആ ഓക്കെ, എന്നാൽ കോൾ കഴിഞ്ഞ് നേരെ അങ്ങ് വന്നോട്ടോ. പാറു അതും പറഞ്ഞ് മീനൂട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു. അവർ പോണത് നോക്കി നിന്ന വ്യാസ് കോൾ അറ്റൻഡ് ചെയ്ത് തിരിഞ്ഞു നടന്നു. ഇതേ സമയം വ്യാസിനോട് ഒന്ന് സംസാരിക്കാൻ അവസരം നോക്കി നടന്ന സൂര്യ അവൻ തനിച്ചു നടന്നു പോകുന്നത് കണ്ട് സന്തോഷിച്ചു. ഇത് തന്നെ പറ്റിയ അവസരം. പാർവതിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിച്ച് ഈ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കിപ്പിക്കണം. അപ്പോൾ ആ നിമിഷം ആ ശ്രീപാർവതിയുടെ മുന്നിൽ വെച്ച് ഞാൻ വ്യാസ്ദേവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ഹഹാ, നീ എൻ്റെ കളി കാണാൻ പോകുന്നേ ഉള്ളൂ പാർവതി. സൂര്യ മനസ്സിൽ അതും പറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ വ്യാസിൻ്റെ പിന്നാലെ നടന്നു. ബിസിനസ് പരമായി എന്തൊക്കെയോ സംസാരിച്ച് വ്യാസ് നേരെ എത്തിപ്പെട്ടത് ഷോപ്പിലെ സ്റ്റോക്കൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമിന് മുന്നിലാണ്. ഇതേ സമയം സൂര്യ ചുറ്റും ആരുമില്ലെന്ന് കണ്ടപ്പോൾ വേഗം തന്നെ അവൻ്റെ പിറകിൽ ചെന്ന് നിന്നു. ആ ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്തു. അതിൻ്റെ മെയിൽ എനിക്ക് അയക്ക്. ബൈ. അതും പറഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞ വ്യാസ് പെടുന്നനെ തനിക്ക് പിറകിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യയെ കണ്ടപ്പോൾ ഒന്ന് പിറകിലേക്ക് ആഞ്ഞുപോയി. നീയോ? നീ എന്താ ഇവിടെ? പോകാനായില്ലേ? ഗൗരവത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാ വ്യാസിനെ കണ്ടത്. എന്താ ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തത്? കൊഞ്ചിക്കുവന്നുകൊണ്ടുള്ള അവളുടെ സംസാരം അവനെ ദേഷ്യത്തിലാഴ്ത്തുന്നുണ്ടായിരുന്നു. ഞാൻ എന്തിനു നിനക്ക് മെസ്സേജ് അയക്കണം? കലിപ്പിലുള്ള വ്യാസിൻ്റെ ചോദ്യം കേട്ടപ്പോൾ സൂര്യ ഒന്ന് പതറിപ്പോയി. അത് പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. തന്ത്രപൂർവ്വം വന്ന കാര്യം നടത്തിപ്പോകാമെന്നവൾ കണക്ക് കൂട്ടി. സൂര്യ, എനിക്ക് നിൻ്റെ അടുത്ത് നിന്നും ഒന്നും കേൾക്കേണ്ട. നീ ഇപ്പോൾ പോകാൻ നോക്ക്. അതും പറഞ്ഞ് വ്യാസ് തിരിഞ്ഞ് പാറുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ ദേഷ്യം നിറച്ചു. ഓ, ഓടിച്ചാടി അവൾക്കരികിലേക്ക് പോകുകയാണല്ലേ? അല്ലേലും ആ നശിച്ചവൾക്ക് ആളെ മയക്കാൻ നല്ല കഴിവാണല്ലോ. ദേഷ്യത്തിലുള്ള അവളുടെ വാക്കുകൾ അവിടെ മാകെ ഉയർന്നു കേട്ടപ്പോൾ മുന്നോട്ട് ചലിച്ചിരുന്ന വ്യാസിൻ്റെ കാലുകൾ പെടുന്നനെ നിശ്ചലമായി. അത് കണ്ടപ്പോൾ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് സൂര്യ അവൻ്റെ അടുത്തേ ചെന്നു. എന്തേ നിന്നു പോയത്? അവളെപ്പറ്റി അറിയാനാണോ? എന്നാൽ ശരിക്കും കേട്ടോ, അവളുടെ ജന്മം തന്നെ നശിച്ച ജന്മമാണ്. എല്ലാവരുടെയും ജീവിതവും സമാധാനവും ഒക്കെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച അവൾ എത്ര പേരുടെ കൂടെ കിടന്നെന്ന്. ഠേ! സൂര്യ പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുമ്പേ വ്യാസിൻ്റെ കരങ്ങൾ അവളുടെ ഇരു കവിളിലും മാറി മാറി അതിശക്തമായി പതിഞ്ഞിരുന്നു. പന്ന കൈവേറി മോളെ,
ഇനി നിന്റെ ദുഷിച്ച നാവ് കൊണ്ട് ശ്രീയെപ്പറ്റി ഇനി വല്ലതും പറഞ്ഞാൽ കൊന്നു തള്ളും ഞാൻ. ശരിക്കും അവളുടെയല്ല നിന്റെയാണ് നശിച്ച ജന്മം. ഛേ, സ്വന്തം അനിയത്തിയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നിയടി നിനക്ക്? അറപ്പ് തോന്നുന്നു നിന്നോട്. മേലാൽ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. അവൾക്ക് നേരെ കൈയുയർത്തി കത്തുന്ന കണ്ണുകളുടെ വ്യാസ് അതും പറഞ്ഞു നടന്നു. സൂര്യ ആണേൽ പാറുവിൻ്റെ അടിക്ക് പുറമെ വ്യാസിൻ്റെ കൂടി കിട്ടിയപ്പോൾ ഈരേഴ് ലോകം കണ്ടതുപോലെ തോന്നി അവൾക്ക്. വ്യാസിൻ്റെ കയ്യിലെ മോതിരം കൊണ്ടോ മറ്റോ അവളുടെ കവിളിൽ ചെറുതായി ചോര പൊടിഞ്ഞിരുന്നു. നീറുന്ന കവിളുകൾ രണ്ടും കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു അവൾ മുന്നോട്ട് നോക്കിയപ്പോൾ വ്യാസ് വീണ്ടും അവൾക്ക് നേരെ നടന്നു വരുന്നത് കണ്ട സൂര്യ ഞെട്ടിക്കൊണ്ട് പിറകിലേക്ക് പോയി. ഇതേസമയം അവൾക്കരികിൽ എത്തിയ വ്യാസ് കൈകെട്ടി അവളെ ഒന്ന് നോക്കി. നിന്റെ ഇളക്കം വന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് എനിക്ക്. എന്നിട്ടും നീ അടങ്ങിയില്ല. അതുകൊണ്ടാണ് നിന്റെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ ബ്ലോക്ക് ആക്കിയതും. ഇനിയും ഇതുപോലുള്ള ചീപ്പ് ഷോയുമായി എൻ്റെ മുന്നിൽ വന്നാൽ പിന്നെ നിന്നെ ആരും ജീവനോടെ കാണില്ല. പിന്നെ വേറൊരു കാര്യം, ശ്രീക്ക് ഇനി മുതൽ നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉപദ്രവവും ഉണ്ടാവാൻ പാടില്ല. അവൾ എൻ്റെ പെണ്ണാണ്. അമരാവതിയിലെ വ്യാസ് ദേവിൻ്റെ പെണ്ണാണവൾ. വ്യാസിൻ്റെ ശ്രീ. ഇതോർത്ത് വേണം നീ എന്തും ചെയ്യാൻ. കേട്ടോടി. കട്ടക്കലിപ്പിൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ നടന്നു നീങ്ങി. സൂര്യയുടെ അവസ്ഥ ആണേൽ ആകെ ദയനീയമായിരുന്നു. വ്യാസിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും അവളിൽ ഇല്ലായിരുന്നു. നീറിപ്പുകയുന്ന കവളിൽ കൈചേർത്ത് കൊണ്ടവൾ കർച്ചീഫിനാൽ മറച്ചു വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി സ്കൂട്ടിയിൽ കയറി നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് വിട്ടു. ഇതേസമയം വ്യാസ് നേരെ ചെന്നപ്പോൾ കാണുന്നത് മീനുട്ടിയെ ചേർത്ത് പിടിച്ച് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവിടെ വെച്ചിരുന്ന സാരിയിലൊക്കെ കണ്ണോടിച്ചു നിൽക്കുന്ന പാറുവിനെയാണ്. മീനൂട്ടിയും എല്ലാം എടുത്ത് കുഞ്ഞിക്കൈകളാൽ പാറുവിൻ്റെ ദേഹത്ത് വെച്ച് നോക്കുന്നുമുണ്ട്. ഇത്രയും പാവമായിരുന്നത് കൊണ്ടാണോ ശ്രീ അവൾക്കൊന്നും നിന്നെ ഇഷ്ടമില്ലാതെയായത്? ഇനി നിന്നെ ഇങ്ങനെ കരയിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല ശ്രീ. എന്തോ വല്ലാത്തൊരു ആത്മബന്ധം നിന്നോട് തോന്നുന്നെനിക്ക്. പാറുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വ്യാസ് ചിരിയോടെ അവർക്കരികിൽ ചെന്നു. അല്ല, ഇത്രയും സമയമായിട്ടും നിങ്ങളൊരു സാരി പോലും സെലക്ട് ചെയ്തില്ലേ? ചിരിയോടെ വ്യാസ് ചോദിച്ചപ്പോൾ പാറുവും മീനുവും തിരിഞ്ഞ് അവനെ നോക്കി. നോക്കിയേ വിച്ചേട്ടാ, എന്തോരം സാരിയാണിവിടെ. എനിക്ക് ഏതാണ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. കണ്ണു വിടർത്തിക്കൊണ്ടുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ ഞെട്ടലോടെ അവളെ നോക്കി. ദേവേട്ടൻ എന്നല്ലാതെ തന്നെ ആരും ഇതുവരെ അങ്ങനെ വിളിച്ചിരുന്നില്ല എന്നവൻ ഓർത്തു. പ്രിയ പോലും ദേവ് എന്നായിരുന്നു അവനെ വിളിച്ചത്. എന്നാൽ ഇപ്പോൾ പാറുവിൽ നിന്നും വിച്ചേട്ട എന്നുള്ള വിളി നേരെ തൻ്റെ ഹൃദയത്തിൽ വന്ന് പതിയുന്നത് പോലെയായിരുന്നു അവന് തോന്നിയത്. ചെറുചിരിയോടെ അവൻ അവളെ നോക്കിയപ്പോൾ പെണ്ണ് വീണ്ടും സാരിക്ക് നേരെ തിരിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ അവൻ സ്വയം ഒന്ന് തലക്കടിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചേർന്ന് നിന്ന് അവൾ നിന്നതിൻ്റെ തൊട്ടു മുന്നിലായുള്ള കടും റോസ് കളറിൽ ഗോൾഡൻ കരയുള്ള ഒരു സാരി എടുത്ത് സെയിൽസ് ഗേളിന് കൊടുത്തു. ഇത് പാക്ക് ചെയ്തോളൂ. വ്യാസ് ആ സാരി കൊടുക്കുന്നത് കണ്ടപ്പോൾ പാറുവിനും ഒറ്റ നോട്ടത്തിൽ അത് ഇഷ്ടമായി. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി ചിരിച്ചു. പിന്നെയും അതിനു പുറമെ അവൾക്ക് 2-3 സാരിയും ടോപ്പും ചെരുപ്പുമൊക്കെ അവൻ തന്നെ വാങ്ങിക്കൊടുത്തിരുന്നു. പാറുവിന് വാങ്ങുന്നതൊക്കെ തനിക്കും വേണമെന്ന് പറഞ്ഞ് കുറുമ്പിയും വാരിക്കൂട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ അത്രയും പാറുവിന് സൂര്യയെ ഓർമ്മ പോലും ഇല്ലായിരുന്നു. ഒടുക്കം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ തന്നെ വ്യാസ് അടുത്തുള്ള ഹോട്ടലിൽ കയറി 3 പേരും ഭക്ഷണമൊക്കെ കഴിച്ചാണ് വീട്ടിലേക്ക് തിരിച്ചത്. മാധവനെ വിളിച്ചു പാറു കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അയാൾ അവർ ചെല്ലുമ്പോൾ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇറങ്ങുന്നില്ലേ വിച്ചേട്ടാ? തൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന മീനുമോളെ പിരിയാനുള്ള സങ്കടത്താൽ ചുണ്ടു ചുളുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അപ്പോഴേക്കും മാധവനും അവർക്കരികിൽ ചെന്ന് അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ കയറുന്നില്ല അച്ഛാ, ഇനിയും ലേറ്റായാൽ മോൾക്ക് തണുപ്പ് തട്ടി ജലദോഷം വരും. പിന്നെ നാളത്തെ കല്യാണത്തിനൊരു തീരുമാനമാകും. ചിരിയോടെ വ്യാസ് പറഞ്ഞപ്പോൾ പാറു അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മോളുടെ നെറ്റിയിലും കവിളിലും താടിത്തുമ്പിലുമൊക്കെ മുത്തി പതിയെ അവളെ അവൻ്റെ കയ്യിൽ കൊടുത്ത് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും മോളെ എടുത്തുകൊണ്ട് വ്യാസും വണ്ടിയിൽ നിന്നും ഇറങ്ങി ബാക്ക് ഡോർ തുറന്ന് പാക്കൊക്കെ എടുത്ത് അവൾക്ക് കൊടുത്തിരുന്നു. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ പരസ്പരം നോക്കി നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ മാധവൻ ഒരു ചിരിയോടെ വീട്ടിലേക്ക് നടന്നു. ഏയ് ശ്രീ, വേഗം പോയി നന്നായി ഉറങ്ങിക്കോ. നാളെ നമ്മുടെ കല്യാണമാണ്, മറക്കേണ്ട. കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ഉച്ചത്തിലുള്ള അവൻ്റെ സ്വരം കേട്ടപ്പോൾ മാധവന് പിറകെ നടന്നിരുന്ന പാറു ഒന്ന് നിന്ന ശേഷം തിരിഞ്ഞു നോക്കി. ഓ, ഞാൻ മറന്നു പോകുമൊന്നുമില്ല. കാറിലേക്ക് കയറിയിരുന്ന അവനെ നോക്കി അവൾ പറഞ്ഞു. അതെനിക്കറിയാലോ. വിച്ചേട്ടൻ്റെ ശ്രീ അങ്ങനെ ഇപ്പോൾ നമ്മുടെ കല്യാണം മറക്കുമല്ലേ? ഇപ്പോൾ എൻ്റെ കുറുമ്പി അകത്തേക്ക് പോകാൻ നോക്ക്. ബായ്. കുസൃതിച്ചിരിയോടെ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് കാറുമായി പോകുന്നത് കുറുമ്പോടെ അവൾ നോക്കി നിന്നു. എന്തുകൊണ്ടോ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വന്നു പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ആ നേരം അവളുടെ മുഖത്തെ തിളക്കത്തിനനുസരിച്ച് അവൾക്ക് നേരെ മുകളിൽ ആകാശത്ത് നിന്നും ഒരു നക്ഷത്രം വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു.